അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ മഹാന്മാരിലെ പ്രമുഖരായ ബഹുമാനപ്പെട്ട അബൂ മുആവിയത്തുൽ അസ്ത് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, അവിടുത്തെ സഹോദരങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ടവർ പറയുന്നു, അവർ എന്നെക്കാൾ ഉത്തമന്മാരാണ്, എന്നെക്കാൾ നല്ലവർ അവരാണ് എന്ന് പറയുന്നു. അതായത് ബഹുമാനപ്പെട്ടവർ വലിയ പണ്ഡിതനാണ്, എല്ലാവരാളും അംഗീകരിക്കപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ബഹുമാനപ്പെട്ടവരുടെ സഹോദരങ്ങൾ അങ്ങനെയൊന്നുമല്ല, അവർ ആലിമീങ്ങളല്ല. എന്നിട്ടും ബഹുമാനപ്പെട്ടവർ പറയാണ്, എന്നെക്കാൾ അവരാണ് ഉത്തമൻ. ഞാൻ ഒരു ആലിമായിരിക്കാം, എന്നെ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം, പക്ഷേ എന്നെക്കാൾ സ്ഥാനങ്ങളും എന്നെക്കാൾ നല്ലവർ അവരാണ് എന്ന് ബഹുമാനപ്പെട്ടവർ അവരെക്കുറിച്ച് ഇങ്ങനെ മദ്ഹ് പറയണം. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, അതെങ്ങനെ അവർ നിങ്ങളെക്കാൾ ഉത്തമന്മാരാവുക? നിങ്ങളല്ലേ വലിയ ആലിമും ജനങ്ങളുടെയിലൊക്കെ സ്ഥാനമാനങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾക്കല്ലേ, അവരെങ്ങനെ നിങ്ങളെക്കാൾ ഉത്തമന്മാരാവുക എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു വാക്കുണ്ട്, വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കേണ്ട ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, അവർ എന്നെക്കാൾ ഉത്തമന്മാരെന്ന് പറയാനുള്ള കാരണം അവരെപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ നല്ലവന് എന്നാണ്, അവർ മോശമായവർ എന്നാണ് എപ്പോഴും അവർ ചിന്തിക്കുന്നത്. ചിന്തിക്കണം, മനസ്സിലാക്കണം. എന്താണ് പറഞ്ഞത്? ബഹുമാനപ്പെട്ടവർ പറയാണ്, ഞാൻ ഇത്ര വലിയ സ്ഥാനത്തിലേക്കൊക്കെ എത്തിയപ്പോൾ എൻ്റെ സഹോദരങ്ങളെല്ലാം ചിന്തിക്കുന്നത് ഞാൻ നല്ലവനാണ്, അവർ അതായത് ആ സഹോദരങ്ങൾ മോശപ്പെട്ടവരാണ്, നമ്മളെവിടെ എത്തിയില്ലല്ലോ എന്നുള്ള ബേജാറ് എപ്പോഴും അവരെ കൽബിലുണ്ട്. ആ ബേജാറ് അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നവർ വലിയ ആളാണെന്ന് എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. ഇതിലൂടെ ഞാൻ മനസ്സിലാക്കി, ഒരു മനുഷ്യൻ ഏത് സമയത്തും ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, മറ്റുള്ളവരൊക്കെ എന്നെക്കാൾ ഉയർന്നവരാണെന്ന് ചിന്തിക്കുന്നത് അത് വലിയൊരു തൗഫീഖാണ്, അത് വലിയൊരു തൗഫീഖാണ്. ആ തൗഫീഖ് എൻ്റെ സഹോദരങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് എന്നെക്കാൾ ഉത്തമന്മാർ അവരാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം ഞാൻ ഇത്ര വലിയ സ്ഥാനങ്ങളൊക്കെ കിട്ടിയിട്ടൊരു കാര്യമില്ല. എൻ്റെ കൽബിൽ എവിടെയെങ്കിലും ഒരു കിബിറിൻ്റെ ചിന്ത വന്നുപോയാൽ, ഒരു അഹങ്കാരത്തിൻ്റെ ചിന്ത വന്നുപോയാൽ, ആൾക്കാരൊക്കെ പരിഗണിക്കുമ്പോൾ ഞാനൊരു പരിഗണിക്കപ്പെടേണ്ടവനാണെന്നുള്ള ചിന്ത എൻ്റെ കൽബിൽ വന്നുപോയാൽ അതോടുകൂടെ എല്ലാം പോയില്ലേ. അതേ സമയത്ത് എൻ്റെ സഹോദരങ്ങളുടെ കൽബിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. അവരൊന്നും ചിന്തിക്കുന്നതാണ് നമ്മൾ മോശപ്പെട്ടവരാണ്, നമ്മൾക്ക് അല്ലാഹുവിന്റെ ഉണ്ടാകുമോ എന്നുള്ള ഭയത്തിലാണ് എപ്പോഴും അവരുള്ളത്. നമ്മുടെ സ്ഥാനം കുറവാണെന്ന് പലപ്പോഴും അവർ ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ ഈ കിബിറിന്റെ ചിന്തയോ അഹങ്കാരത്തിന്റെ ചിന്തയോ അവരെ കൽബിൽ വരാൻ സാധ്യതയില്ല. അല്ലാഹു ഏറ്റവും ദേഷ്യപ്പെടുന്നത് അഹങ്കാരം, കിബിറാണല്ലോ. അത് ചിലപ്പോൾ എൻ്റെ കൽബിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എന്നെക്കാൾ ഉത്തമന്മാർ അവരാണെന്ന് പറയാനുള്ള കാര്യമെന്ന് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് വലിയ പാഠം നാം ചിന്തിക്കാനുണ്ട്. അതായത് ഏത് സമയത്തും നാം എവിടെ എത്തിയാലും, എത്ര വലിയ സ്ഥാനങ്ങൾ കിട്ടിയാലും, ആര് നമ്മളെ പരിഗണിക്കുന്നുണ്ടെങ്കിലും, ആര് നമ്മളെ പ്രശംസിക്കുന്നുണ്ടെങ്കിലും, എവിടെ നമുക്ക് ഏത് സ്ഥാനം ഏത് അധികാരം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും, ഒരിക്കലും പോലും നമ്മുടെ കൽബിൽ ഞാനൊരു പരിഗണിക്കപ്പെടേണ്ടവനാണ്, അതേ ബഹുമാനിക്കപ്പെടേണ്ടവനാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ കൽബിൽ വരാൻ പാടില്ല. വന്നുപോയാൽ അതോടുകൂടെ നമ്മുടെ സ്ഥാനങ്ങൾ കുറഞ്ഞു പോകും, അതോടുകൂടെ നമ്മുടെ ബറക്കത്തുകളൊക്കെ എല്ലാം ഇല്ലാതെയായി പോകും. അള്ളാഹു അതോടുകൂടെ നമ്മെ നാശത്തിലേക്കാണ് കൊണ്ടുപോവുക. വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട വിഷയമാണ്. നാശയിലേക്ക് കയറുമ്പോഴും നമ്മുടെ മനസ്സിൽ നാം വളരെ ഗൗരവത്തോടു കൂടെ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു ചിന്തയാണ്, എൻ്റെ കൽബിൽ ഇങ്ങനൊരു ചിന്ത വരാൻ പാടില്ല. എവിടെയും നമ്മൾ മുന്നോട്ട് പോകുന്നതിൽ തെറ്റില്ല, പക്ഷേ എവിടെയും ഇത് എൻ്റെ കൈവാണെന്നുള്ള ചിന്ത വന്നു പോകരുത്. ഇതെല്ലാം അല്ലാഹുവിന്റെ തൗഫീഖാണ്. ഇതെല്ലാം അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം ഏത് സമയത്തും നമുക്കുണ്ടാകണം. അല്ലാഹു വലിയ പേടി തന്ന് അവൻ നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.